ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കനാണ്. കാന്താരി ചിക്കന് വേണ്ടിയിട്ട് ഒരു 25 ഗ്രാമോളം കാന്താരി മുളക് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 1/2 കിലോളം ചിക്കൻ ഞാൻ കറിക്കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, അരമുറി തേങ്ങ, ഒരു 15 അല്ലി കശുവണ്ടി, ഇടത്തരം ഒരു സവാള, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, മല്ലിയില, എണ്ണ. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ചിക്കനിലേക്ക് പച്ചമസാല ചേർക്കേണ്ടതുണ്ട്. പച്ചമസാല ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചൊതുക്കിയെടുക്കാം. അതാണ് ഈ ചിക്കനിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ ഞാനിവിടെ വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കഷ്ണങ്ങളാക്കി കഴുകി വെച്ചേക്കുകയാണ്. കണ്ടോ, സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അതിനുശേഷം ചിക്കനിലേക്ക് നമുക്ക് ഈ ചതച്ച് കിട്ടിയത് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി യോജിപ്പിക്കാം. മിക്സ് ചെയ്ത് ചേർത്ത് 20 മിനിറ്റോളം നമുക്കിത് റെസ്റ്റിന് വെക്കേണ്ടതുണ്ട്. കശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കളറിന് വേണ്ടി മാത്രമാണ്, എരിവിന് വേണ്ടി നമുക്ക് കാന്താരി മുളകുണ്ട് ഇവിടെ. അതിനുശേഷം കുക്ക് ചെയ്യാനായിട്ടൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റോളം ചെറിയ തീയിൽ വെന്ത് കിട്ടണം ചിക്കൻ. അടച്ചു വെച്ച് ചെറു തീയിൽ 20 മിനിറ്റ് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം നമുക്ക് തോന്നുന്നുണ്ട്. അത് ഇറച്ചിയിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണ്. നമ്മൾ വേറെ വെള്ളമൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, ഒഴിച്ചു കൊടുത്തിട്ടില്ല. നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ വേവ് ബാക്കി നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മല്ലിയിലയും കശുവണ്ടിയും തേങ്ങയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കേണ്ടതുണ്ട്. മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോഴേക്കും ഒരു 2 മിനിറ്റ് ചിക്കൻ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റട്ടെ. കണ്ടോ, നമ്മൾ തേങ്ങ അരച്ച് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് കഴുകി കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചെറു ചൂടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ ഒന്ന് കൂട്ടി വെക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ പച്ചമസാല ചേർത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഓർത്തിട്ട് വേണം, അല്ലെങ്കിൽ ഉപ്പ് കൂടണ്ട. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നന്നായി ഒന്ന് തിളക്കട്ടെ. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കാന്താരി ചിക്കൻ. ഭയങ്കര ടേസ്റ്റായ ഒരു കറിയാണിത്. നമുക്ക് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടാനായിട്ട് വളരെ ഭയങ്കര ടേസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി.